അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നബിദിന ക്വിസ് മത്സരങ്ങൾക്ക് ഉപയോഗപ്രദമായ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും താഴെ നൽകുന്നു. 1. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം എന്ന്? ഉത്തരം റബീഉൽ അവ്വൽ 12, അതായത് ക്രിസ്തുവർഷം 571. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം മക്ക. മക്ക സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിൽ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ പേരെന്ത്? അബ്ദുള്ള. 4. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ പേരെന്ത്? ആമിന ബീവി. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വർഷം ഇസ്ലാമിക ചരിത്രത്തിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആമുൽ ഫീൽ, അതായത് ആനക്കലഹ വർഷം. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലയൂട്ടിയ വളർത്തുമാതാവ് ആര്? ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളർത്തുമകൻ എന്നറിയപ്പെട്ടിരുന്നത് ആര്? സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. 8. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെ ഭാര്യ ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 9. ഖദീജ ബീവിയുമായുള്ള വിവാഹ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായം എത്രയായിരുന്നു? 25 വയസ്സ്. 10. പ്രവാചകത്വം ലഭിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രായം എത്രയായിരുന്നു? 40 വയസ്സ്. 11. ആദ്യമായി ദിവ്യ സന്ദേശം, അതായത് വഹയി ലഭിച്ച സ്ഥലം എവിടെയാണ്? ഹിറ ഗുഹ. മക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഹിറ ഗുഹയിലിരിക്കെയാണ് ആദ്യമായി നബിതങ്ങൾക്ക് വഹയി ലഭിച്ചത്. 12. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച ആദ്യത്തെ ഖുർആൻ വചനം ഏത് സൂറത്തിൽ നിന്നുള്ളതാണ്? സൂറത്തുൽ അലഖ്. ഇഖ്റ ബിസ്മി മുതൽ മാലം യഅലം വരെയുള്ള ആയത്ത്. 13. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി ആര്? സുമയ്യ റളിയല്ലാഹു അൻഹ. 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനത്തിന് പറയപ്പെടുന്ന പേരെന്ത്? ഹിജ്റ. 15. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശ്വസ്തത കാരണം മക്കക്കാർ അദ്ദേഹത്തിന് നൽകിയ പേരെന്ത്? അൽ അമീൻ, വിശ്വസ്തൻ. 16. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിതാവിൻ്റെ വഫാത്തിനു ശേഷം സംരക്ഷിച്ചത് ആര്? അബ്ദുൽ മുത്തലിബ്. 17. അബ്ദുൽ മുത്തലിബിൻ്റെ വഫാത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിച്ചത് ആര്? അബൂ ത്വാലിബ്. 18. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് എന്നാണ് സംഭവിച്ചത്? ഹിജ്റ 11 റബീഉൽ അവ്വൽ 12. മദീനയിൽ വെച്ചായിരുന്നു വഫാത്ത് സംഭവിച്ചത്. 19. മദീനയിൽ എത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി നിർമ്മിച്ച പള്ളിയുടെ പേരെന്ത്? മസ്ജിദുൽ ഖുബാ. 20. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മരണപ്പെട്ടത് എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോൾ. നബിതങ്ങളുടെ പിതാവ് നബിതങ്ങൾ ഉമ്മായിൽ ഗർഭസ്ഥ ശിശുവായി ഇരിക്കെ 2 മാസം പ്രായമുള്ളപ്പോൾ മരണപ്പെട്ടിരുന്നു. മാതാവ് നബിതങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോൾ മരണപ്പെടുകയും ചെയ്തു. 21. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവ് മരണപ്പെട്ടത് എവിടെ വെച്ച്? അബവാ എന്ന സ്ഥലത്ത് വെച്ച്. 22. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സ്ഥലമായ മക്കയിലെ വീട് നിലവിൽ ഏതു പേരിൽ പ്രവർത്തിക്കുന്നു? മക്ക ലൈബ്രറി. 23. മദീനയുടെ പഴയ പേര് എന്തായിരുന്നു? യസ്രിബ്. 24. നബി മരണപ്പെടുമ്പോൾ ജീവിച്ചിരുന്ന ഏക മകൾ ആര്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. 25. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ തയ്യാറാക്കിയത് ആര്? അബൂ തുൽഹ റളിയല്ലാഹു അൻഹു. 26. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷം പ്രവാചകത്വവാദവുമായി പരസ്യമായി രംഗത്ത് വന്ന വ്യാജൻ ആരായിരുന്നു? മുസൈലിമ. 27. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ നബിതങ്ങൾക്കുണ്ടായിരുന്ന മറ്റൊരു ഭാര്യ ആര്? സൗദ ബീവി റളിയല്ലാഹു അൻഹ. 28.
നബിതങ്ങൾ അവസാനമായി വിവാഹം ചെയ്തത് ആര്? മൈമൂന റളിയല്ലാഹു അൻഹയെ. 29. അബൂജഹൽ കൊല്ലപ്പെട്ട യുദ്ധം ഏത്? ബദ്ർ യുദ്ധം. 30. നബിയുടെ കൂടെ കൂടുതൽ കാലം ജീവിച്ച ഭാര്യ ആര്? എത്ര വർഷം? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 25 വർഷം. 31. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി നിസ്കരിച്ച നിസ്കാരം ഏത്? മഗ്രിബ്. 32. മുഹമ്മദ് എന്ന് നബിതങ്ങൾക്ക് പേര് നൽകിയത് ആര്? അബ്ദുൽ മുത്തലിബ്. 33. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് വറ്റി വരണ്ടു പോയ തടാകം ഏത്? സാവാ തടാകം. 34. മദീനയിൽ ആദ്യം ഇറങ്ങിയ സ്ഥലത്ത് ആരുടെ വീട്ടിലാണ് നബിതങ്ങൾ താമസിച്ചത്? അംർ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ. 35. നബിതങ്ങളുടെ ഭാര്യമാരിൽ ത്വാഹിറ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. 36. ബദ്ർ യുദ്ധം നടന്ന വർഷം ഏത്? ഹിജ്റ 2. 37. അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന ഖലീഫ ആര്? ഉമർ റളിയല്ലാഹു അൻഹു. 38. കുട്ടികളിൽ ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആര്? അലി റളിയല്ലാഹു അൻഹു. 39. ഹിജ്റ പാലായനത്തിൽ നബിയുടെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികൻ ആരായിരുന്നു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 40. നബിയുടെ വഫാത്തിന് ശേഷം വഫാത്തായ ഭാര്യ ആര്? സൈനബ ബീവി റളിയല്ലാഹു അൻഹ. 41. ഏറ്റവും കൂടുതൽ കാലം പ്രബോധനം നടത്തിയ പ്രവാചകൻ ആര്? നൂഹ് നബി അലൈഹിസ്സലാം. 42. ആകാശത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ആര്? ഈസാ നബി അലൈഹിസ്സലാം. 43. സ്വർഗത്തിൽ താടിയുള്ള ഏക നബി ആരാണ്? ആദം നബി അലൈഹിസ്സലാം. 44. ആദ്യമായി രചിക്കപ്പെട്ട ഹദീസ് ഗ്രന്ഥം ഏത്? അൽ മുവത്വ. 45. ഇസ്ലാമിലെ പ്രഥമ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഖലീഫത്ത് റസൂലുള്ളാഹ്. 46. രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അമീറുൽ മുഅ്മിനീൻ. 47. ചന്ദ്രൻ പിളർന്ന സംഭവം ആരുടെ മുഅ്ജിസത്തായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. 48. ചെങ്കടൽ പിളർന്നത് ആരുടെ മുഅ്ജിസത്തായിരുന്നു? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ. 49. പ്രവാചക പത്നിമാരുടെ സ്ഥാനപ്പേര് എന്ത്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. 50. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര തവണ ഹജ്ജ് നിർവഹിച്ചു? അത് അറിയപ്പെടുന്നത് ഏതു പേരിൽ? ഒരു തവണയാണ് നബിതങ്ങൾ ഹജ്ജ് നിർവഹിച്ചത്. ഹജ്ജത്തുൽ വിദാ എന്നാണ് അറിയപ്പെടുന്നത്. 50 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.